എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഇഡിയംസ് അഥവാ ഭാഷാപ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ഡിസ്കഷൻ സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. കാരണം ഈ പറയുന്ന ഇഡിയംസ് ചോദിക്കാറുണ്ട്. എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു സെക്ഷനാണ്, ഒരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യേണ്ട സെക്ഷനാണ് ഇത് ഇഡിയംസ് എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യത്തിലേക്ക് കിടക്കാം. 10 ചോദ്യങ്ങളാണ്. നിങ്ങൾ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉത്തരം ഡിസ്കസ് ചെയ്യാം. അറ്റ് 6s and 7s എന്നതിൻ്റെ അർത്ഥം എന്ത്? അറ്റ് 6s and 7s എന്നാണ് ഇഡിയം. ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ ഹാപ്പി, ബി ജൂബിലൻറ്റ്, സി നീറ്റ്, ഡി സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ. ഇത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഒരു ട്രിക്ക് കൂടെ പറഞ്ഞുതരാം എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അറ്റ് 6s and 7s എന്നതിൻ്റെ അർത്ഥം ഹാപ്പി, ജൂബിലൻറ്റ്, നീറ്റ്, സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ. ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുക. 2, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്? എ റിയൽ സ്റ്റോറി, ബി ട്രൂത്ത്ഫുൾ സ്റ്റോറി, സി പെയിൻഫുൾ സ്റ്റോറി, ഡി ആൻ ഇമാജിനറി സ്റ്റോറി യൂസ്ഡ് ആസ് എക്സ്ക്യൂസ്. സത്യസന്ധമായ കഥ അല്ലെങ്കിൽ റിയൽ നടന്ന കഥ, പെയിൻഫുൾ സ്റ്റോറി വളരെ വേദനാജനകമായ കഥ, ആൻ ഇമാജിനറി സ്റ്റോറി ഉണ്ടാക്കിയെടുത്തൊരു സ്റ്റോറി വിച്ച് ഈസ് യൂസ്ഡ് ആസ് എൻ എക്സ്ക്യൂസിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത സ്റ്റോറി. ഇത്രയാണ് ഓപ്ഷൻ ഉള്ളത്. മൂന്നാമത്തെ ചോദ്യം കോൾഡ് ഫീറ്റ്, ലോസ് ഓഫ് കോൺഫിഡൻസ് നശിക്കുക, ആത്മവിശ്വാസം നശിക്കുക, വളരെ സന്തോഷമായിരിക്കുക. ഹാപ്പി, ഹൈ ഇൻ കോൺഫിഡൻസ്, വളരെയധികം കോൺഫിഡൻസോടുകൂടി, അതായത് ഈ പറഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുക. ഹൈ എനർജി, വളരെ എനർജിയോടുകൂടി നിൽക്കുക. കോൾഡ് ഫീറ്റ് എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ ചോദ്യം ഓപ്ഷൻസ് പറഞ്ഞിരിക്കുകയാണ്. 4, എ ഹോട്ട് പൊട്ടാറ്റോ. എന്താണ് ഹോട്ട് പൊട്ടാറ്റോ? ഹോട്ട് വെജിറ്റബിൾ, എ ഹാപ്പി ഇൻസിഡൻറ്റ്, കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ, നൺ ഓഫ് ദി അബോവ്. അഞ്ചാമത്തത് എ സ്റ്റോൺസ് ത്രോ എന്ന് പറഞ്ഞാൽ എന്താ? എ സ്റ്റോൺസ് ത്രോ, അറ്റ് ലാർജ് ഡിസ്റ്റൻസ്, എ ഷോർട്ട് ഡിസ്റ്റൻസ്, ത്രോയിങ് സ്റ്റോൺസ്, ലോങ് വിഷൻ. ഏതാണത്? എ സ്റ്റോൺസ് ത്രോ. 6, അറ്റ് സി. എന്താണ് അർത്ഥം? അറ്റ് സി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ, ഹാപ്പി ആൻഡ് എനർജറ്റിക്, എൻതൂസിയാസ്റ്റിക്, നൺ ഓഫ് ദി അബോവ്. അറ്റ് സി, ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ, ഹാപ്പി ആൻഡ് എനർജറ്റിക്, എൻതൂസിയാസ്റ്റിക്, നൺ. ഏതാണ്? കണ്ടുപിടിക്കേണ്ടതാണ്. 7ാമത്തെ ചോദ്യം എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ, കംഫർട്ടബിൾ പൊസിഷൻ, അൺകംഫർട്ടബിൾ പൊസിഷൻ, സ്റ്റേറ്റ് ഓഫ് ഡിസോർഡർ, നൺ. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നതിൻ്റെ യൂസേജിൻ്റെ അർത്ഥം എന്താണ്? കംഫർട്ടബിൾ പൊസിഷൻ, അൺകംഫർട്ടബിൾ പൊസിഷൻ, സ്റ്റേറ്റ് ഓഫ് ഡിസോർഡർ, നൺ. 8, ഫ്രഞ്ച് ലീവ് എന്നതിൻ്റെ അർത്ഥം. ഫ്രഞ്ച് ലീവ്, ആബ്സെൻസ് വിത്തൗട്ട് പെർമിഷൻ, പെർമിറ്റഡ് ആബ്സെൻസ്, പൊളൈറ്റ് ടോക്ക്, മ്യൂച്വൽ ഡിസ്കഷൻ. ഫ്രഞ്ച് ലീവ് എന്ന് പറയുന്നത് എന്താണ്? ആബ്സെൻസ് വിത്തൗട്ട് പെർമിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെർമിറ്റഡ് ആബ്സെൻസ് ഉണ്ട്, പൊളൈറ്റ് ടോക്ക് ഉണ്ട്, അതുപോലെ തന്നെ മ്യൂച്വൽ ഡിസ്കഷൻ ഉണ്ട്. ഏതാണ് നമുക്ക് നോക്കാം. ഓൺ ദി കാർഡ്സ് എന്ന് പറയുന്നതിൻ്റെ ഭാഷാ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഓൺ ദ കാർഡ്സ്, ലെസ് പ്രോബബിൾ, പ്രോബബിൾ ഇവൻറ്റ്, ഫ്രീക്വൻറ്റ് ഇവൻറ്റ്, റെയർ ഇവൻറ്റ്. എന്താണിത്? ഓൺ ദി കാർഡ്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? 10, ഹാൻഡ് ആൻഡ് ഗ്ലൗ. ഹാൻഡ് ഗ്ലൗ എന്നല്ല, ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്ന് പറയുന്നതിൻ്റെ ഹാൻഡ് ഗ്ലൗ അല്ല, ഹാൻഡ് ആൻഡ് ഗ്ലൗ ആണ്. എന്താണ്? എ എനിമിറ്റി, ബി ഫ്രണ്ട്ലി, ടോക്കറ്റീവ്, എനർജറ്റിക്. ഏതാണ്? ഇത്രയാണ് 10 ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം അറ്റ് 6s and 7s എന്നതിൻ്റെ അർത്ഥം എന്ത്? അറ്റ് 6s and 7s എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷനുള്ള സ്റ്റേറ്റ് എന്നാണ് അർത്ഥം. അറ്റ് 6s and 7s എന്ന് പറഞ്ഞാൽ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ. മനസ്സിലായല്ലോ? അറ്റ് 6s and 7s എന്താണ്? സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ആയിട്ടുള്ള സ്റ്റോറി, ഉണ്ടാക്കിയെടുത്തൊരു സ്റ്റോറി. എന്തിനാണ്? എക്സ്ക്യൂസ് പറയാൻ വേണ്ടി അല്ലെങ്കിൽ എക്സ്ക്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റോറിയാണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. അത് ശരിക്കുമുള്ള കാര്യമല്ല. 3, കോൾഡ് ഫീറ്റ് എന്ന് പറയുന്നത് ആത്മവിശ്വാസം നശിക്കലാണ്, ലോസ് ഓഫ് കോൺഫിഡൻസ്. കോൾഡ് ഫീറ്റ്, ലോസ് ഓഫ് കോൺഫിഡൻസ്. എ ഹോട്ട് പൊട്ടാറ്റോ എന്ന് പറയുന്നത് എന്താണ്? ഹോട്ട് പൊട്ടാറ്റോ എന്ന് പറയുന്നത് കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ. ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയില്ല, സെൻസിറ്റീവ് അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ. 5, എ സ്റ്റോൺസ് ത്രോ എന്ന് പറയുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. അറ്റ് ഷോർട്ട് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് പറയുന്നത് സ്റ്റോൺസ് ത്രോ. അറ്റ് സി എന്ന് പറയുന്നതിൻ്റെ യൂസേജിൻ്റെ അർത്ഥം എന്താ? അറ്റ് സി എന്ന് പറയുന്നത് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷനാണ്. ഇൻ എ സ്റ്റേറ്റ് ഓഫ് അറ്റ് 6s and 7s അത് തന്നെയാണ്. അതുപോലെ തന്നെ അറ്റ് സിയും എന്താണ്? ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷനാണ്. 7, എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് അൺകംഫർട്ടബിൾ പൊസിഷനാണ്. തീരെ കംഫർട്ടബിൾ അല്ലാത്തൊരു പൊസിഷനാണ് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം.
ഫ്രഞ്ച് ലീവ് മീൻസ്, ഫ്രഞ്ച് ലീവ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രഞ്ച് ലീവ് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് വിത്തൗട്ട് പെർമിഷൻ, ആബ്സെൻസ് വിത്തൗട്ട് പെർമിറ്റ് ചെയ്യാത്ത ആബ്സെൻസ് ആണ് ഫ്രഞ്ച് ലീവ് എന്ന് പറയുന്നത്. ഓൺ ദി കാർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ്. നടക്കാൻ സാധ്യതയുണ്ട്, എന്തായാലും നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ് എന്ത്? ഓൺ ദ കാർഡ്സ്. ഇപ്പോൾ സച്ചിൻസ് 100th സെഞ്ച്വറി ഓൺ ഡാക്ക വാസ് ഓൺ ദി കാർഡ്സ് എന്ന് പറഞ്ഞാൽ അതെന്തായാലും നടക്കാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഹാൻഡ് ആൻഡ് ഗ്ലവ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രണ്ട്ലി എന്നതിൻ്റെ അർത്ഥമാണ് ഹാൻഡ് ആൻഡ് ഗ്ലവ്. ഇത്രയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നത് ഇത് എങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടതെന്നുള്ളത്. അറ്റ് 6s and 7s എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ബാക്കി 3 ഏകദേശം സിമിലർ ആയിരിക്കും. കണ്ടില്ലേ? ഹാപ്പി, ജൂബിലൻ്റ്, നീറ്റ്, ഇത് 3 ഏകദേശമൊക്കെ സിമിലർ മീനിങ് വരുന്നതാണ്. സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെയും ചിലപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ മാത്രമാണ് വ്യത്യാസമായിരിക്കുന്നത്. ബാക്കിയെല്ലാം ഏകദേശം നിയർലി എന്താ പറയുക ഒരേ മൂഡ് കാണിക്കുന്ന ഓപ്ഷൻസാണ്, മറ്റേതല്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഉള്ളത്. ഇൻഫോർമേറ്റീവ് ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബൈ, ടേക്ക് കെയർ.